സ്വകാര്യ ബസ് ഉടമകളും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയം. സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രശ്നത്തിൽ ബദൽ മാർഗം കണ്ടെത്താൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. അതേസമയം സൗജന്യ യാത്ര ആരംഭിച്ചത് മുതൽ സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലാണെന്ന് മന്ത്രി CP ജോണും സമ്മതിച്ചു. 12 അജണ്ടകൾ മുന്നിൽ വെച്ചാണ് സ്വകാര്യ ബസ് ഉടമകളും ഗതാഗത മന്ത്രി CP ജോണും തമ്മിലുള്ള ചർച്ച നടന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര തുടങ്ങിയതു മുതൽ സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത് ഗുരുതര പ്രശ്നമാണെന്നും ഗതാഗത മന്ത്രിയും യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അടിയന്തര പരിഹാരം കാണുവാൻ കഴിയില്ലെന്നും പ്രശ്നങ്ങൾ പഠിക്കാൻ 5 അംഗ സമിതിയെ നിയോഗിക്കാനേ ഇപ്പോൾ കഴിയുള്ളൂ എന്നുമാണ് സർക്കാരിന്റെ വാദം. K. പത്മകുമാർ IAS ആണ് സമിതിയുടെ അധ്യക്ഷൻ. എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രിയദർശിനി സ്കീമിൻ്റെ ഭാഗമായിട്ടൊരു ഗവൺമെൻറ് പബ്ലിക് പോളിസിയാണത്. ആ പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി 5 അംഗ കമ്മിറ്റി ഞങ്ങൾ എടുത്തിരിക്കുന്നു. അവരെ നമ്മൾ അറിയിച്ചു. ഒരു 45 ദിവസത്തിനകത്ത് തന്നെ നിർബന്ധമായും ഈ പഠനം നീട്ടിക്കൊണ്ടുപോകാതെ അത് പൂർത്തീകരിച്ച് അവരെ അറിയിക്കും. എന്നാൽ ഇന്ന് നടന്ന ചർച്ചയിൽ ബസ് ഉടമകളുടെ സംഘടനകൾക്ക് പൂർണ്ണ തൃപ്തിയില്ല. പ്രശ്നം പഠിച്ച് പരിഹാരം കാണുവാൻ 6 ആഴ്ച വേണമെന്നാണ് ഗതാഗത മന്ത്രിയുടെ വാദം. ഈ സമയം കൊണ്ട് സ്വകാര്യ ബസ് വെന്റിലേറ്ററിലാകുമെന്നും ഭാരവാഹികൾ പറയുന്നു. 6 ആഴ്ച എന്ന സമയം പുനഃപരിശോധിക്കണമെന്നും ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ഭാരവാഹികളുടെ ആവശ്യം. ഇത് വലിയ ഒരു കൂടുതൽ സമയമെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചർച്ച ഒരു സാറ്റിസ്ഫൈഡ് ചർച്ചയായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിൻ്റെ ഒരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ 30% ബസ്സുകൾ വെന്റിലേറ്ററിലാണ്. അതാണ് ഇപ്പോൾ സ്ഥിതി. ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര തുടങ്ങിയതു മുതൽ സ്വകാര്യ ബസ് സർവീസുകൾ പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട്. ദിവസവും 6000 രൂപയുടെ വരെ നഷ്ടമാണ് ബസ് ഉടമകൾ അനുഭവിക്കുന്നത്. മാത്രമല്ല, ബസ്സിൽ ഇന്ധനം നിറയ്ക്കുവാനും തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിലും വരെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.